എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് നോൺ വെജാണ്. അതായത് ഇന്ന് ചിക്കൻ നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ അതായത് നന്നാക്കി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അങ്ങനെയാണ്. അതായത് ആദ്യം കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുക്കും വെളിച്ചെണ്ണയിൽ. നല്ല രസമാണ്. പണ്ടൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഈ കുട്ടികളൊക്കെ ആയിരുന്ന കാലത്ത് അമ്മ അങ്ങനെ ചെയ്തിരുന്നു. ചിലപ്പോൾ പിറ്റേ ദിവസം അത് എടുത്തിട്ട് വഴറ്റും. അതായത് കറി ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസം ആണെങ്കിലും അത് കഷ്ണങ്ങളൊക്കെ എടുത്ത് വഴറ്റുക. നല്ല രസമാണ് അങ്ങനെ ആ ഒരു വെളിച്ചെണ്ണ കൂടി ചേരുമ്പോൾ. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്, കുറച്ചൊരു വ്യത്യസ്തമായ രീതിയിൽ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അതാ അതിലേക്കുള്ള ചേരുവകളൊക്കെ ഉണ്ട്. പച്ചമുളക്, തക്കാളി, വലിയ ഉള്ളി, കിഴങ്ങ്, പിന്നെ ഇതാ 3/4 കിലോ ചിക്കൻ ആണ് ഇത്. ഒക്കെ റെഡിയാക്കി ഇവിടെ വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ തോലൊക്കെ ചെത്തി ഒക്കെ വെച്ചിട്ടുണ്ട്. നുറുക്കാണ് വേണ്ടത്. അപ്പോൾ ഉള്ളി തന്നെ എടുത്തിട്ട് ആദ്യം നമുക്ക് നുറുക്കാം. ഉള്ളി പിന്നെ അത്യാവശ്യം എടുക്കുന്നുണ്ട്. അത് ചെറുതാക്കി എങ്ങനെയുണ്ട് നുറുക്കാം ഉള്ളി. അപ്പം ഏതായാലും നമുക്ക് ചിക്കൻ കറി, ഇതിപ്പോൾ കറി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വറ്റിച്ചിട്ടാണ്, പിന്നെ നല്ല പോലെ ഒരു വരട്ടിയ പോലെയാണ് ആക്കുന്നത്. പിന്നെ പച്ചമുളകും അത്യാവശ്യം എടുക്കുന്നുണ്ട്. ഇത് പിന്നെ വലിയൊരു എരിവുള്ളതല്ല, ഉണ്ടമുളകാണെങ്കിലാണ് കുറച്ച് നല്ല എരിവുള്ളത്. അപ്പോൾ അതുകൊണ്ടാണിത് ഇത്ര എടുക്കുന്നത്. നമുക്ക് തക്കാളി അതെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. അത് ചെറുതാക്കി ഒക്കെ അരിയാം. ഇത് പിന്നെ ഇന്ന് ഉച്ചയൂണിനുള്ളതാണ്. നമ്മൾ ഇപ്പോൾ കുറേ ദിവസമായില്ല, അപ്പോൾ ഇന്ന് നോൺ വെജ് വിഭവങ്ങളാണ്. ഒക്കെ അങ്ങനെ വേറെ വേറെ പാത്രത്തിൽ വഴറ്റാനുള്ള സൗകര്യത്തിന് അങ്ങനെ ആക്കി വെച്ചതാണ്. വലിയ ഉള്ളിയും പച്ചമുളകും ആദ്യം വഴറ്റാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് ആ ഒരു പാത്രത്തിലാക്കി. തക്കാളി ഇവിടെ വേറെ വെച്ചു. പിന്നെ ഇതാ നമുക്ക് അതിലേക്ക് കിഴങ്ങ് ഇവിടെ നിൽക്കട്ടെ. ഇതാ ബാക്കിയുള്ളതും ഇവിടെ ഉണ്ട്, ഒക്കെ നുറുക്കി വെച്ചത്. ഇനിയിപ്പോൾ ഇതാ അടുപ്പത്ത് പാത്രം വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വന്ന ശേഷം നമ്മൾ അതിലേക്ക് വലിയ ഉള്ളി പച്ചമുളക് കൂടി അത് നല്ല പോലെ ഇനി വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ല വെളിച്ചെണ്ണയൊക്കെ പാർന്നിട്ടുണ്ട്. അതൊന്നുകൊണ്ട് വഴന്ന ശേഷം നമുക്ക് തക്കാളി നുറുക്കി വെച്ചത് അതങ്ങോട്ട് ചേർക്കാം. തക്കാളീൻ്റെ ഒരു വെള്ളം അതിൽ ഉണ്ട് വരും. പിന്നെ നമ്മൾക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ അത് നന്നാക്കുന്നുണ്ട് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും നമ്മൾ ചേർക്കുകയാണ്. പിന്നെ നമുക്ക് കിഴങ്ങ് നുറുക്കിയത് അത് ചേർക്കാം. പിന്നെ നമ്മളെ കഴുകിയൊക്കെ വെച്ച ചിക്കൻ കഷ്ണങ്ങൾ അതും ചേർക്കാം. ഈ പാത്രത്തേക്ക് പാകമാണ് 3/4 കിലോ. പിന്നെ അതിൻ്റെ ചേരുവകളും എല്ലാം കൂടി ചേരുമ്പോൾ പാകമാണ്. നല്ല പാത്രമാണിത്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പ് അത് ചേർക്കാം. അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്നുണ്ട് ഇളക്കുന്നുണ്ട്. ആ കഷ്ണങ്ങളൊക്കെ ചേർന്ന ശേഷം നല്ലപോലെ ആ മസാലയിലൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും വേണ്ടല്ലോ, ഇതിലത്തെ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് വരും. കണ്ടല്ലോ. ഇനി ഒന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അടി പിടിക്കൊന്നുമില്ലത് പാത്രത്തിൻ്റെ, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വീണ്ടും അടച്ചുവെച്ച ശേഷം പിന്നെ ഒന്ന് വേവിച്ച ശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പില അത് ചേർത്തു. ഇനിയിപ്പോൾ നമ്മൾ അത്
ഒക്കെ വെന്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ചട്ടി വെച്ചിട്ട് പിന്നെ അതിൽ വെളിച്ചെണ്ണയൊക്കെ പാർന്ന് ചൂടായ ശേഷം ഇത് വേവിച്ച ഒരു ചിക്കൻ നമ്മൾ ഇതിൽ ഒന്നുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. നന്നാക്കി ഇതിലൊന്നുണ്ട് നമ്മൾ അതായത് വരട്ടിയെടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ അതാണ് ഇനി ചെയ്യുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതും ഇവിടെ റെഡിയായി. ഇതിപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു വെളിച്ചെണ്ണ വീണ്ടും തുളിച്ചിട്ട് കുറച്ച് നല്ല പോലെ തന്നെ വഴറ്റിയെടുത്തത്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കിപ്പോൾ വെളിച്ചെണ്ണ പാർന്ന് പിന്നെ വഴറ്റിയെടുത്തു അങ്ങനെ തോന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യം അതിൻ്റെ ടേസ്റ്റ് രണ്ടാമത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇന്നിപ്പോൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തുളിച്ച് വഴറ്റി കഴിഞ്ഞാൽ അതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ നല്ല വരട്ടിയ പോലെ തന്നെ. നേരം 12 മണി ആയി. നമ്മളെ പൂച്ചതാ റെഡി ആയിട്ടുണ്ട്. ഇവിടെ വാസനയൊക്കെ കേട്ടിട്ട് വന്നിട്ടുണ്ട്. രാവിലെ പിന്നെ വയറിറച്ചി കഴിച്ചതാണ് മീനൊക്കെ. പൂച്ചയ്ക്ക് മാത്രമുള്ള മീൻ കൊണ്ടുവന്നായിരുന്നു. ഇപ്പോൾ അതാണ്ടോ വിളമ്പാൻ നേരത്തേക്ക് നല്ലോണം നല്ല പോലെ തന്നെ വലിഞ്ഞൊക്കെ വന്നു. പിന്നെ ഇപ്പം ഇന്ന് നമ്മളൊരു ഇഞ്ചി തൈര് അതുണ്ട് ഇവിടെ. ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ നമ്മളെ ചിക്കൻ അത് കൊടുക്കാം. സലാഡ്, നമ്മൾ ഇഞ്ചി തൈര്, പിന്നെ പപ്പടം കാച്ചിയത്. അങ്ങനെയാണ് ഇപ്പം ഇന്ന് പിന്നെ നമുക്ക് തന്നെയാണ്. വേറെ വെജിറ്റബിൾസ് പിന്നെ സലാഡുള്ളതുകൊണ്ട് അത് മതി. അങ്ങനെയാണ് ഇപ്പം ഇന്ന്. പിന്നെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വെളിച്ചെണ്ണയിൽ ഒന്നുകൂടി വരട്ടിയപ്പോൾ അപ്പോഴാണ് അതിൻ്റെ രുചി. നല്ല രസമുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.